ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് എഗ്ഗാണ്. അതിന് വേണ്ടി ഞാനൊരു ബൗളിൽ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇനി കുറച്ച് പാലൊഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു 15 മിനിറ്റോളം സോക്ക് ചെയ്യാൻ വെക്കണം. അത് വെച്ചിട്ട് വേണം നമുക്ക് ശരിക്കും ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കാൻ. അതിനു വേണ്ടി ഒരു സവാള, ഒരു തക്കാളി, 3-4 പച്ചമുളക്, നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുക. അതിന് ശേഷം ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. നിങ്ങൾക്ക് എത്ര പേർക്ക് വേണമെന്ന് വെച്ചാൽ ആ രീതിയിൽ എടുക്കണം കേട്ടോ. ഞാനിവിടെ 3 മുട്ട എടുത്തേക്കണത്. പിന്നെ അൺസോൾട്ടഡ് ബട്ടർ ഇതും ആവശ്യമാണ്. എന്നിട്ട് നമ്മൾ ഈ മുട്ടയൊന്ന് അടിച്ചെടുക്കണം. അതിനകത്തോട്ടേക്ക് ഒരു തക്കാളിയും സവാളയും പച്ചമുളകും പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടില്ലേ മറ്റേ ഓട്സ്, അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കണേ. ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. വളരെയധികം ഹെൽത്തി ഫുഡാണ്. പിന്നെ ഇത് വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് നന്നായി ഗുണം ചെയ്യും കേട്ടോ. ഇത് വൈകിട്ട് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ഫുഡാണ്. പിന്നെ ആവശ്യത്തിന് പച്ചക്കറി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഞാനിവിടെ പച്ചക്കറി ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുക്കണം. നല്ല ഹെൽത്തി ഫുഡ് ആയതുകൊണ്ട് തന്നെ ബട്ടറാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. വെളിച്ചെണ്ണയൊന്നും പാടില്ല, ബട്ടർ തന്നെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇളക്കി വെച്ചിട്ടുള്ള ഈ ഓട്സും മിക്സ് എല്ലാം കൂടി കുറച്ചിട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്തൊന്ന് പരത്തി കൊടുക്കുക. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കില്ല ആ രീതിയിൽ തന്നെയാണ്, പക്ഷേ ഇത് കുറച്ച് കട്ടി ഉണ്ടാവും. സിമ്മിലിടാവും കേട്ടോ. തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പോൾ അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട്. വളരെയധികം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫുഡാണ് കേട്ടോ. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പെട്ടെന്ന് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.